നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ടോപ്പ് യങ് ആക്ടേഴ്സ് ആണ് നെസ്ലൻ ആൻഡ് മാത്യു. ഈ രണ്ടു പേർക്ക് ശേഷം അതേ റേഞ്ചിലുള്ള വേറൊരു യങ് ആക്ടർ ഇതുവരെ വന്നിട്ടില്ല എന്നും. കാരണം മലയാളത്തിൽ ഇത്ര കൺസിസ്റ്റന്റ് ആയിട്ടും പിന്നെ റെഗുലർ ആയിട്ടും സിനിമകൾ ചെയ്യുന്ന ഇവരുടെ ഒരു വൈബിൽ സിനിമ ചെയ്യുന്ന വേറെ യങ് ആക്ടേഴ്സിനെ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ നമുക്ക് പറയാം ഇവരുടെ അതേ റേഞ്ചിൽ എത്താൻ പറ്റുന്ന ഒരു യങ് ആക്ടർ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലോട്ട് വന്നിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് സന്ദീപ് പ്രദീപിനെ പറ്റിയാണ്. സന്ദീപ് വളരെ കുറച്ച് സിനിമകൾ കൊണ്ട് തന്നെ പ്രേക്ഷക മനസ്സിൽ വലിയൊരു സ്ഥാനം നേടിയ ഒരു ആക്ടറാണ്. നമുക്കിനി സന്ദീപിന്റെ ആക്ടിംഗ് കരിയറുടെ ഗ്രാഫ് ഒന്ന് നോക്കാം. സന്ദീപിന്റെ ആദ്യ സിനിമ മമ്മൂക്കാന്റെ ഒപ്പമുള്ള 18ാം പടി എന്ന സിനിമയായിരുന്നു. അതിലൊരു ചെറിയ വേഷത്തിലാണ് സന്ദീപ് എത്തിയത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷക മനസ്സിൽ വലിയ ഇമ്പാക്ട് ഒന്നും അത് ഉണ്ടാക്കി. സന്ദീപിന്റെ അടുത്ത സിനിമയാണ് അന്താക്ഷരി. അതിൽ കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോളിലാണ് പുള്ളി എത്തിയത്. എന്നാൽ പ്രേക്ഷക മനസ്സിൽ ഒരു സ്ഥാനം ഉണ്ടാക്കി കൊടുക്കാൻ സന്ദീപിന്റെ മൂന്നാമത്തെ ചിത്രമായ ഫാലുമിക്ക് സാധിച്ചു. ഫൺ ഫാമിലി എന്റർടൈനർ ആയിട്ടുള്ള ഈ ഒരു സിനിമ ഒട്ടുമിക്ക ആളുകൾക്കും വർക്കായി. പിന്നെ ബേസിൽ ജോസഫ് മെയിൻ ലീഡ് ആയതുകൊണ്ട് തന്നെ ഈ സിനിമ എല്ലാവരും ശ്രദ്ധിച്ചു. അതുവഴി സന്ദീപിനും ആ ഒരു റെക്കഗ്നിഷൻ കിട്ടി. പിന്നീട് കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടാണ് ഖാലിദ് റഹ്മാന്റെ ഡയറക്ഷനിൽ ഇറങ്ങിയ ആലപ്പുഴ ജിംഖാനയിൽ സന്ദീപ് വന്നത്. നെസ്ലനും ഗണപതിയൊക്കെയാണ് ലീഡെങ്കിലും സന്ദീപിന്റെ ക്യാരക്ടർ എല്ലാവരും ശ്രദ്ധിച്ചു. ഈ സിനിമയ്ക്ക് വേണ്ടി അതിലെ ആക്ടേഴ്സ് എല്ലാവരും നല്ലോണം ബോഡി ട്രാൻസ്ഫോർമേഷനും പിന്നെ ബോക്സിംഗ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സന്ദീപിന്റെ കരിയറിന്റെ ഗ്രാഫ് തന്നെ മാറിയത് പടക്കളം സിനിമ ഇറങ്ങിയ ശേഷമാണ്. അതിലെ ആക്ടിംഗ് ഒരു രക്ഷയില്ലായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഫുൾ നോർമൽ നല്ല പാവത്താനാണെങ്കിൽ സെക്കൻഡ് ഹാഫിലാണ് പിന്നെ പുള്ളി സ്കോർ ചെയ്യുന്നത്. ക്യാരക്ടർ സ്വാപ്പിന് ശേഷം സന്ദീപിന്റെ ആ ഒരു ആക്ടിങ്ങും ആ ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ ഭയങ്കര കിടലനായിരുന്നു. OTT-യിൽ ഇറങ്ങിയ ശേഷമാണ് എല്ലാവരും സന്ദീപിന്റെ ആക്ടിങ്ങിനെ പ്രശംസിക്കുന്നതും പിന്നെ ഈ ഒരു സിനിമയെ ഭയങ്കര അടിപൊളിയാണെന്നുള്ള അഭിപ്രായം വരുന്നത്. ഒരു കണക്കിന് പറയുകയാണെങ്കിൽ ഷർഫുദ്ദീൻ ആൻഡ് സുരാജിനെ കാട്ടി ഓഡിയൻസ് അറ്റൻഷൻ കിട്ടിയത് സന്ദീപിനാണ് ഈ സിനിമയിലൂടെ. ഇത് നല്ലൊരു സിനിമയായിരുന്നു. ഇതിന്റെ രണ്ടാം ഭാഗത്തിനായി കാത്തിരിക്കാം. അത് കൂടാതെ സന്ദീപ് യൂട്യൂബിലെ വെബ് സീരീസിലെല്ലാം അഭിനയിച്ചിട്ടുണ്ട് ഒരു 4 വർഷത്തിന് മുമ്പ്. ഇപ്പോൾ മലയാള സിനിമയിലോട്ട് ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ എത്തി ഇപ്പോൾ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയിരിക്കുകയാണ് സന്ദീപ്. സോ ഇനിയും സന്ദീപിൽ നിന്ന് ഒരുപാട് എന്റർടൈനിങ് മൂവീസ് കിട്ടുമെന്ന പ്രതീക്ഷയിൽ നിർത്തുന്നു. താങ്ക് യു. ആൻഡ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.